My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 103-ാമത്തെ എപ്പിസോഡാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ അക്കോണൈറ്റം എന്ന അധ്യായത്തിൻ്റെ 11-ാം ഭാഗമാണ് നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ശ്രവിക്കാം. Aconite produces a very rapid inflammation of the viscera of the chest, of the pleura, of the lungs, of the mucous membrane lining the air passages. അപ്പോൾ അക്കോണിറ്റം അതിൻ്റെ ഇൻഫ്ലമേഷൻ ചെസ്റ്റിൻ്റെ ഉള്ളിലുള്ള ആന്തര അവയവങ്ങളിൽ, ലങ്സിൻ്റെ ആവരണത്തിൽ ഒക്കെ ഉണ്ടാക്കുന്നു. അതിൻ്റെ സ്വഭാവം എന്താണ്? റാപ്പിഡിറ്റി, വളരെ വേഗത്തിലുള്ള, അതിവേഗത്തിലുള്ള ഇൻഫെക്ഷൻ വളരെ അതിവേഗത്തിൽ വരുന്നു. ആ അതിവേഗത്തിൽ വരുന്ന ഇൻഫെക്ഷനേതായിട്ടുള്ള മറ്റ് അക്കമ്പനിയിങ് ക്യാരക്ടേഴ്സും അതിലൂടെ ഉണ്ടാകും. ഇൻ ന്യൂമോണിയ വി ഹാവ് ദിസ് ഡിസ്നിയ, ദ സഡൻനെസ് വിത്ത് വിച്ച് ഇറ്റ് കംസ് ഓൺ. ഇഫ് ഇറ്റ് സ്പ്രെഡ്സ് റാപ്പിഡ്ലി ഇറ്റ് മേ ഗോ ഇൻ ടു ന്യൂമോണിയ. അപ്പോൾ ശ്വാസമുട്ടൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സഡൻനെസ്, വരുന്നതിൻ്റെ സഡൻനെസ് കണ്ടു കഴിഞ്ഞാൽ അത് ആ തരത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ന്യൂമോണിയയിൽ ചെന്ന് അവസാനിക്കും. അക്കോണിറ്റത്തിൻ്റെ കാര്യത്തിൽ സാവകാശം വരുന്ന ശ്വാസം മുട്ടലോ മറ്റുമല്ല. നേരത്തെ പറഞ്ഞ പോലെ പ്ലത്തോറിക് ഇൻഡിവിജ്വൽസിൽ വളരെ സ്റ്റൗട്ടായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഗറസായിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ എക്സ്പോഷർ ടു കോൾഡ് ഡ്രൈ വെതർ കൊണ്ട് വളരെ വേഗം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് അത് ചെസ്റ്റിലുണ്ടാകുന്നു, ശ്വാസം മുട്ടലുണ്ടാകുന്നു. അതിൻ്റേതായിട്ടുള്ള പേസ് അതങ്ങോട്ട് തുടരുകയാണെങ്കിൽ അത് ന്യൂമോണിയയിൽ ചെന്ന് അവസാനിക്കുന്നു. ഇൻഫ്ലമേഷൻ റൺസ് സോ ഹൈ ദാറ്റ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ഓസസ് ബ്ലഡ് ചെറി റെഡ്, ഓർ ദ മ്യൂക്കസ് ദാറ്റ് കംസ് അപ്പ് ഈസ് വൈറ്റ് ആൻഡ് ഹെവിലി സ്ട്രീക്ഡ് വിത്ത് ബ്രൈറ്റ് റെഡ് ബ്ലഡ്. അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ്റെ ആ ഡിഗ്രി വളരെ, അക്കോണിറ്റത്തിൻ്റെ ഇൻഫ്ലമേഷൻ ഡിഗ്രി, അക്കോണിറ്റത്തിൻ്റെ മറ്റെന്ത് സവിശേഷതയെ പോലെ തന്നെ അതിൻ്റെ ചെസ്റ്റിലെ ഇൻഫ്ലമേഷൻ്റെ ആ ഒരു ഡിഗ്രിയും വളരെ ഉയർന്നതായതുകൊണ്ട് ബ്ലഡിൻ്റെ ഓസിങ് ഉണ്ടാവാം. ആ ഒരു റാപ്പിഡിറ്റി കൊണ്ട് ബ്ലഡിൻ്റെ ഓസിങ് ഉണ്ടാവാം. ഇങ്ങനെ ചെറി റെഡ്, ചെറിപ്പഴത്തിൻ്റെതായിട്ടുള്ള ആ ഒരു ചുവന്നതാണ്. പിന്നെ അല്ലെങ്കിൽ വൈറ്റ് മ്യൂക്കസ് ആണെങ്കിൽ ധാരാളം എൻ്റെ ലൈനിങ് പോലെ ധാരാളം രക്തം, ബ്രൈറ്റ് റെഡ് ബ്ലഡിൻ്റെ സ്ട്രീക്സ് ധാരാളം ഉണ്ടാവും. രണ്ടു തരത്തിലും വരാം. ചെറിയ റെഡ് ബ്ലഡിൻ്റെ ഊസിങ്ങും വരാം, വൈറ്റ് മ്യൂക്കസ് വിത്ത് ബ്ലഡ് സ്ട്രീക്സ്. യു ഗോ ടു ദ ബെഡ് സൈഡ് ഓഫ് ബ്രോങ്കോ ന്യൂമോണിയ ആൻഡ് യു വിൽ ഫൈൻഡ് ഇൻ ദ പാൻ മ്യൂക്കസ് സ്ട്രീക്ഡ് വിത്ത് ബ്രൈറ്റ് റെഡ് ബ്ലഡ്. അപ്പോൾ ബ്രോങ്കോ ന്യൂമോണിയ ആവുന്നൊരു രോഗിയുടെ ബെഡ് സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നത് പഴയ കാര്യമാണ്, തുബർക്കോളാമ്പി ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റേതായിട്ടുള്ള ഹൈജീനിക് പ്രശ്നങ്ങൾ പലതും ഉണ്ട്. എങ്കിൽ പോലും ഒരു ഹോമിയോപ്പാത്തിൻ്റെ ഒബ്സർവേഷൻ ഇതൊക്കെ വളരെ ഉപകരിക്കുന്നതായിരുന്നു. ഇപ്പോൾ മലം, മൂത്രം, കഫം ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ശേഖരിക്കപ്പെടുമായിരുന്നു. ഇന്നിപ്പോൾ രോഗികൾ ചോദിച്ചാൽ തന്നെ സ്റ്റൂൾസ് ആരും ഒബ്സർവ് ചെയ്യുന്നില്ല. അതിൻ്റെ ലക്ഷണങ്ങൾ കിട്ടാൻ വലിയ പ്രയാസമാണ്. സ്യൂട്ടവും അങ്ങനെ കാണാൻ പ്രയാസമാണ്. ചിലർ കാണാൻ പറയും. അപ്പം ഇത് പറയുന്നത് വെച്ചാൽ തുബർക്കോളാമ്പിൽ ശേഖരിച്ച് വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ധാരാളം ബ്ലഡ് സ്ട്രീക്സ് ഉള്ള കഫം കാണാൻ സാധിക്കും. അത് ബ്രൈറ്റ് റെഡ് ബ്ലഡാണ്. ഡാർക്ക് ബ്ലഡുണ്ട്, അതിൽ ക്ലോട്ട്സ് ഉള്ള ബ്ലഡുണ്ട്. ഇവിടെ ചെറി റെഡ്. നൗ ടേക്ക് ദ വയലൻസ് വിത്ത് വിച്ച് ദാറ്റ് കംസ് ഓൺ, the restlessness and anxiety of the individual, he predicts the hour of his death. That would be the case with the aconic patient. നേരത്തെ കണ്ടത് തന്നെയാണ്. രോഗി അയാളുടെ മരണത്തിൻ്റെ മണിക്കൂർ പ്രവചിക്കും. അതിൻ്റെ റാപ്പിഡിറ്റി, അതുകൊണ്ടുണ്ടാകുന്ന ആങ്സൈറ്റി, റെസ്റ്റ്ലെസ്നെസ്. ആങ്സൈറ്റിയും റെസ്റ്റ്ലെസ്നെസ്സും പലതിലും വരാം. പക്ഷേ അക്കോണിറ്റത്തിൻ്റെ ആങ്സൈറ്റിയും റെസ്റ്റ്ലെസ്നെസ്സും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അയാൾ മരണത്തിൻ്റെ നാഴികയും വിനാഴികയും വരെ പ്രവചിക്കും. In the case of pneumonia, where the lung is involved, it is likely to be the upper half of the left lung when aconitis indicates. അപ്പോൾ അങ്ങനത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ, ന്യൂമോണിക് കേസാണെങ്കിൽ
ലെഫ്റ്റ് ലങ്, ഇടതുവശത്തെ ലങ്ങിൻ്റെ അപ്പർ ഹാഫ്. അത് സ്റ്റെതസ്കോപ്പ് വെച്ചുള്ള പരിശോധനയിലൂടെ മനസ്സിലാക്കാവുന്ന കാര്യം. സംടൈംസ് ദ വോൾ മ്യൂക്കസ് മെംബ്രെയിൻ, the visible throat, the larynx, trachea, the bronchial tubes will all ooze blood. Sometimes a mouthful of blood. So violent is inflammation. അപ്പോൾ ഇൻഫ്ലമേഷൻ്റെ വയലൻസ്, ആ റാപ്പിഡിറ്റി എത്ര ശക്തമാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. വായ നിറച്ച് രക്തം തുപ്പിക്കളയും. രക്തം ഇങ്ങനെ ഊർന്നു വന്നിട്ട് വായ നിറച്ച് ഉണ്ടാകുന്ന തരത്തിൽ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ. അത് ത്രോട്ടിലും ലങ്സിൽ മാത്രമല്ല, മ്യൂക്കസ് മെംബ്രെയിനിൽ ഉള്ള എല്ലായിടത്തും, വിസിബിൾ ത്രോട്ടിൽ, ലാരിങ്സിൽ, ട്രക്കിയയിൽ, ബ്രോങ്കിയൽ ട്യൂബ്സിലൊക്കെ ഈ ബ്ലഡിൻ്റെ ഓസിങ് ഉണ്ടാവും. അത് വായിലൊന്നും നിറഞ്ഞിട്ട് തുപ്പിക്കളയും. ഇൻ ദീസ് ചെസ്റ്റ് ട്രബിൾസ് ദർ ഇസ് മച്ച് പെയിൻ. അപ്പോൾ ഈ ചെസ്റ്റ് ട്രബിൾസിന് കൂടെ നല്ല വേദനയും കൂടി ഉണ്ട്. ഷൂട്ടിംഗ്, ബേണിംഗ്, ടിയറിംഗ് പെയിൻസ് ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് കമ്പൽഡ് ലൈ ഇൻ എ സംവാട്ട് എലിവേറ്റഡ് പൊസിഷൻ ഓൺ ദ ബാക്ക്. അപ്പോൾ ഈ വല്ലാത്ത വേദന, പൊള്ളുന്ന വേദന, പറിച്ചു കീറുന്ന വേദന, എല്ലാത്തരം വേദനയുണ്ട്. ഈ വേദന കൊണ്ട് ഇയാളിങ്ങനെ ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, ഒരു ദിവസം തിരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, ഇങ്ങനെ പിൻഭാഗം ആയിട്ട് കിടക്കുക, നിവർന്ന് കിടക്കുക, മലർന്ന് കിടക്കുക. ഇത്ര എലിവേറ്റ് ചെയ്ത്, ഇപ്പോൾ തലയണ വെച്ചോ മറ്റോ ഒക്കെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത പൊസിഷനിൽ ഒക്കെ പെയിൻ റിലീഫ് എപ്പോഴാണ് കിട്ടുന്നത്, ആ തരത്തിൽ അങ്ങനെ കിടക്കുമ്പോൾ റിലീഫ് കിട്ടും. അങ്ങനത്തെ വല്ലാത്ത വേദനയുണ്ട്. cannot lie upon either sides but upon the back. ഒരു വശവും ചരിഞ്ഞ് കിടക്കാൻ പറ്റില്ല, ഇടതുവശവും പറ്റില്ല, വലതുവശവും പറ്റില്ല, പിൻഭാഗം നേരെ നിവർന്ന് കിടക്കാൻ മാത്രമേ പറ്റുള്ളൂ. ലൈങ് ഓൺ ദ സൈഡ് ഇൻക്രീസസ് ദ പെയിൻ. വശം തിരിഞ്ഞ് കിടന്നാൽ വേദന വർദ്ധിക്കും. വളരെ കൃത്യമായിട്ടുള്ള മൊഡാലിറ്റിയാണ്. ദ ഡ്രൈ കോൾഡ് വിൻസ്, സഡൻ ഷോക്സ് ഇൻ പേഴ്സൺസ് ഓഫ് ഗുഡ് സ്ട്രോങ് വിഗറസ് സർക്കുലേഷൻ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് ഡ്രൈ കോൾഡ് വിൻഡിൽ വിഗറസ് ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള പേഷ്യൻസിലുണ്ടാകുന്ന ഷോക്ക്. നേരത്തെ പൊതുവെ കണ്ടത് തന്നെ ഇവിടെയും ശക്തമായ തണുപ്പും ഡ്രൈ കോൾഡും ഷോക്കും. അതും എങ്ങനെ വിഗറസ് ആയിട്ടുള്ള ആളുകളിൽ, ഇങ്ങനെ വോൺ ഔട്ട് പേഷ്യൻസിൽ വരുന്ന കേസല്ല അക്കൗണ്ടം കവർ ചെയ്യുന്നത്. ദ ഹീമോറ്റൈസിസ് ദാറ്റ് ഈസ് സ്പോക്കൺ ഓഫ് ഈസ് നോട്ട് സച്ച് ആസ് ഒക്കേഴ്സ് ഇൻ തൈസിസ് ബട്ട് ഈസ് ഇൻവോളണ്ടറി. ദ ബ്ലഡ് കംസ് ഓഫ് വിത്ത് എ സ്ലൈറ്റ് കോഫ്. അപ്പോൾ ഈ ശ്വാസകോശത്തു നിന്ന് ഉള്ള രക്തം വാർന്നിട്ടുണ്ടാകുന്ന ഛർദി അത് ഈ ക്ഷയരോഗികളുണ്ടാകുന്ന പോലെ അല്ല, ഇത് ഇൻവോളണ്ടറിയാണ്. ഇൻവോളണ്ടറി ആയിട്ട് വരും. ക്ഷയരോഗികൾ ഇങ്ങനെ ചുമച്ച് കുരച്ച് തുപ്പി രക്തം തുപ്പുന്ന ദിവസം ഇതങ്ങനെയല്ല. ഇൻവോളണ്ടറി ആയിട്ട് ആ ഒരു ഇൻഫ്ലമേഷൻ്റെ ആ ഒരു ശക്തിയും തീവ്രതയും കാരണം ഇൻവോളണ്ടറി ഊസിങ് ഉണ്ടായിട്ട് ലങ്സിലെ ബ്ലഡ് വായിലൊന്ന് ഛർദ്ദിച്ച് കളയുന്ന അത്തരത്തിലാണ്. പക്ഷേ ക്ഷയരോഗി എന്ന് പറയുമ്പോൾ തന്നെ ഒരു വോൺ ഔട്ട് പേഷ്യൻ്റാണ്. ഇവിടെ അങ്ങനെയല്ല, വളരെ വിഗറസ് സ്ട്രോങ് പേഷ്യൻസാണ് അക്കോണിറ്റം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്ന ബ്ലഡ് ചെറിയൊരു കഫ് മതി അത് ഛർദ്ദിച്ചു പോകും, ചെറിയൊരു കഫ് കൊണ്ട് ഛർദ്ദിച്ചു പോകും. പക്ഷേ ക്ഷയരോഗികൾ അങ്ങനെയല്ല, വല്ലാതെ കുരച്ച് ഛർദ്ദിച്ചാണ് വളരെ എഫർട്ട് എടുത്താണ് പോകുന്നത്. അത് വോളണ്ടറി, ഇത് ഇൻവോളണ്ടറിയാണ്. someone might be deceived to give it in such cases in broken down constitutions in sickly patients, but it is not to be administered in such cases. We have much better remedies. ഈ അക്കോണിറ്റത്തിൻ്റെ ഒരു തെറ്റായ ഉപയോഗത്തെക്കുറിച്ചുള്ള മറ്റൊരു മുന്നറിയിപ്പാണ് ഇവിടെ കിണ്ടി പറയുന്നത്. ഇതേപോലെ ക്ഷീണിതമായിട്ടുള്ള ക്ഷയമൊക്കെ ബാധിച്ച് വല്ലാതെ അവശനിലയിലായ രോഗികളിലും അക്കോണിറ്റം കൊടുക്കുന്നൊരു പ്രവണത കാണുന്നുണ്ട്. പക്ഷേ അത്തരം അവസ്ഥകൾ കൊടുക്കാൻ വളരെ കൂടുതൽ മെച്ചപ്പെട്ട ഔഷധങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. മച്ച് ബെറ്റർ റെമഡീസ് വി ഹാവ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പിന്നെ എന്തിനും അക്കോണിറ്റം കൊടുക്കണം? വിഗറസ് പേഷ്യൻസിന്, സ്ട്രോങ് പേഷ്യൻസിന് കൊടുക്കേണ്ടുന്ന ഒരു ഔഷധം എന്തിന് ഇതേപോലെ ക്ഷീണിതമായിരിക്കുന്നത് കൊടുക്കണം? ക്ഷീണിതമായി കൊടുക്കാൻ പറ്റിയ ഔഷധങ്ങൾ വേറെ ഉണ്ട്, ഇല്ലാത്തൊരു അവസ്ഥയല്ലല്ലോ. അതാണ് കിണ്ടി പറയുന്നത്. അപ്പോൾ ഇതിലുടനീളം, ഈ ലെക്ചറിലുടനീളം അക്കോണിറ്റത്തിൻ്റെ മിസ്യൂസിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. The patient does not always become a pneumonia patient, but inflammation of the small air passage may be all that is present. രോഗി എപ്പോഴും ന്യൂമോണിയ കേസ് ആകണമെന്നില്ല. പക്ഷേ എങ്ങനെയാണ് സ്മോൾ എയർ പാസേജസിൻ്റെ ആ ഒരു ഇടുങ്ങിയ ഭാഗങ്ങളിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ,
അത് മതി, ആ സ്റ്റേജിലേക്ക് എത്തിയാൽ മതി. ന്യൂമോണിയ കണ്ടീഷനിലേക്ക് എത്തണമെന്നില്ല. കണ്ടീഷനിലേക്ക് എത്തിയില്ലെങ്കിലും അക്കോണിറ്റം ഇൻഡിക്കേറ്റർ ആവും. ഇതിൽ പ്രൂവർ കോട്ട് ചെയ്തിരിക്കണം. ഡ്രൈ കോഫ്, വോമിറ്റിംഗ് ആൻഡ് റച്ചിങ്, ഇൻറ്റൻസ് ഫീവർ, സ്പിറ്റിംഗ് ഓഫ് ബ്ലഡ്. വരണ്ട ചുമ, ഛർദി, ഈ ബലം പിടിച്ച് ഓക്കാനിക്കൽ, ഇപ്പോൾ ഒന്നും പുറത്തു വന്നില്ലെങ്കിലും വല്ലാത്ത ഓക്കാനിക്കൽ, കടുത്ത പനി, രക്തം തുപ്പൽ, ഇതൊക്കെ അക്കൗണ്ട് ചെയ്ത് വരാം. ഇനി അതിൻ്റെ ഒരു വിശദീകരണം വരുന്നുണ്ട്. നോ എക്സ്പെക്ടറേഷൻ എക്സെപ്റ്റ് എ ലിറ്റിൽ വാട്ടറി മ്യൂക്കസ് ആൻഡ് ബ്ലഡ്. അപ്പോൾ എക്സ്പെക്ടറേഷൻ അങ്ങനെ ഇല്ല, കഫം തുപ്പുന്നൊരവസ്ഥ ഇല്ല. പക്ഷെ കുറച്ച് വാട്ടറി മ്യൂക്കസ് യൂസ് ചെയ്തിട്ട് അതിൽ ബ്ലഡും ഉണ്ടാകും. അത് നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ എക്സ്പെക്ടറേഷൻ അല്ല, കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് മ്യൂക്കസ്, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബ്ലഡും ആകാം. ഇറ്റ് ഒക്കേഴ്സ് എ ഗുഡ് ഡീൽ ഇൻ ദിസ് വേ. ഡ്രൈ കോഫ്, സെൻസേഷൻ ഓഫ് ഡ്രൈനെസ് ഓഫ് ദ വോൾ ചെസ്റ്റ്, സെൻസേഷൻ ഓഫ് ഡ്രൈനെസ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ത്രോട്ട്. അപ്പോൾ ഡ്രൈനെസ് ആണ്, ചെസ്റ്റിൽ മൊത്തം ഡ്രൈനെസ്, ലാരിങ്സിൽ ത്രോട്ടിലൊക്കെ ഡ്രൈനെസ്സും ഡ്രൈ കോഫും. ആ ഒരു സെൻസേഷൻ വളരെ പ്രധാനമാണ്. സെൻസേഷൻസ് ആർ ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ആ ഒരു രോഗിയുടെ ഇൻഡിക്കേഷനിൽ ഉള്ള സെൻസേഷൻ വളരെ പ്രധാനം. ഇവിടെ ഡ്രൈ കോഫ്, വോൾ ചെസ്റ്റിൽ ഒക്കെ, ലാരിങ്സിലൊക്കെ, ത്രോട്ടിലൊക്കെ ഡ്രൈ സെൻസേഷൻ. Pours down great quantities of cold water and once in a while, after a violent coughing spell, he gets up a little blood. അപ്പോൾ തണുത്ത വെള്ളം ഇങ്ങനെ ഛർദ്ദിച്ച്, വലിയ ക്വാണ്ടിറ്റിയിൽ തണുത്ത വെള്ളം ഇങ്ങനെ ഛർദ്ദിച്ച് പോകും. വല്ലപ്പോഴും വയലന്റ് കോഫിങ്ങിനോടൊപ്പം കുറച്ച് രക്തവും പോകാം. ബട്ട് ദ എക്സ്പെക്ടറേഷൻ ഈസ് ജനറലി മ്യൂക്കസ്. പക്ഷേ എക്സ്പെക്ടറേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മ്യൂക്കസ് എക്സ്പെക്ടറേഷനാണ്. ന്യൂമോണിയ ഈസ് ജനറലി അറ്റൻഡഡ് വിത്ത് ആൻ എക്സ്പെക്ടറേഷൻ ലുക്കിംഗ് ലൈക്ക് അയേൺ റസ്റ്റ്, ആസ് ഇഫ് അയേൺ റസ്റ്റ് ഹാഡ് ബീൻ മിക്സ്ഡ് ഇൻ വിത്ത് ഇറ്റ്. അപ്പോൾ ഈ ന്യൂമോണിയയുടെ ജനറൽ കണ്ടീഷൻ പറയുക. ആ ജനറൽ കണ്ടീഷനിൽ ഈ തുരുമ്പ്, അയേൺ റസ്റ്റ് എന്ന് വെച്ചാൽ ഇരുമ്പ് ദ്രവിച്ചത്, തുരുമ്പ് പോലുള്ള ആ ബ്രൗണിഷ് കളറിലുള്ള എക്സ്പെക്ടറേഷനാണ് ന്യൂമോണിയയുടെ ഒരു ജനറൽ കണ്ടീഷൻ. Such in medicines as bryonia and rustox and a few others have that expectation as a common feature, as natural to the remedies themselves. അപ്പോൾ റസ്റ്റോക്സ്, ബ്രയോണിയ പോലുള്ള ഔഷധങ്ങളിൽ ആ റെമഡീസിൻ്റെ നേച്ചറിനോട്, അതിൻ്റെ പ്രയോഗത്തിന് യോജിക്കുന്ന തരത്തിൽ ന്യൂമോണിയയുടെ സഹജമായിട്ടുള്ള ഈ ഒരു തുരുമ്പ് കളറിലുള്ള എക്സ്പെക്ടറേഷൻ ഉണ്ടാവും. അപ്പോൾ റസ്റ്റോക്സിനും ബ്രയോണിയിലും മറ്റുമൊക്കെ ഈ ഒരു ലക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ലെങ്കിൽ ഇവിടെ അത് കേൾക്കണം. ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ കെൻറ്റ് ഒരു ഔഷധത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അതിനെക്കുറിച്ചുള്ള ലെക്ചറിലായിരിക്കണമെന്നില്ല, മറ്റ് കാര്യസ്ഥലങ്ങളിൽ പറയും. അപ്പോൾ നിങ്ങളുടെ ഈ പുസ്തകം ഉണ്ടെങ്കിൽ ബ്രയോണിയയുടെ ഭാഗം എടുക്കുക, റസ്റ്റോക്സിന് ഭാഗം എടുക്കുക, ഇതേപോലുള്ള അയൺ റസ്റ്റ് കളേർഡ് എക്സ്പെക്ടറേഷൻ ന്യൂമോണിയ കണ്ടീഷനിൽ അതുണ്ട്, അത് കുറിച്ച് വെക്കണം. ബട്ട് അക്കോണൈറ്റം ഈസ് ദ ചെറി റെഡ്, ബ്രൈറ്റ് റെഡ് എക്സ്പെക്ടറേഷൻ. പക്ഷേ അക്കോണൈറ്റത്തിൻ്റെ കാര്യത്തിൽ ന്യൂമോണിയ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ന്യൂമോണിയക്ക് സഹജമായിട്ടുള്ള അയൺ റസ്റ്റ് കളർ എക്സ്പെക്ടറേഷൻ ഉണ്ടാവണമെന്നില്ല. അവിടെ ചെറിയ റെഡ്, ബ്രൈറ്റ് റെഡ് ആ കളറിലുള്ള എക്സ്പെക്ടറേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അക്കൗണ്ട് കൊടുക്കുമ്പോൾ അത് ന്യൂമോണിയ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ന്യൂമോണിയയുടെ ജനറൽ അക്കമ്പനിയിങ് സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. അതുണ്ടെങ്കിൽ ഔഷധം ചിലപ്പോൾ വേറെ ആയിരിക്കാം. ദ ഹെമറേജസ് ആർ ബ്രൈറ്റ് റെഡ് ആൻഡ് സംടൈംസ് കോപ്പിയസ്. എല്ലാത്തരം ഹെമറേജസും, അക്കോണൈറ്റത്തിൻ്റെ ഹെമറേജസ് എല്ലാം, രക്തവാർച്ചകളെല്ലാം ബ്രൈറ്റ് റെഡാണ്, ബ്രൈറ്റ് റെഡ് എക്സ്പെക്ടറേഷൻ. ചിലപ്പോൾ വളരെ കോപ്പീസ് ആയിരിക്കും, അല്ലാതെ ഉണ്ടാകാം ഒരു വയലൻസിന്. ഓൾ ദിസ് കോസ് ഇൻ ന്യൂമോണിയ ഇൻ ക്രൂപ്പ് ആൻഡ് ചെസ്റ്റ് ട്രബിൾസ് come on suddenly, and if he goes to sleep he will have spasm of larynx with dryness of the larynx. അപ്പോൾ ഈ ന്യൂമോണിയ ആയാലും ക്രൂപ്പിലായാലും ഈ ചെസ്റ്റ് ട്രബിളെല്ലാം വളരെ പെട്ടെന്നാണ്. നമ്മൾ തുടക്കത്തിലേ കണ്ടു, അക്കോണിറ്റം ഒരു ചുഴലിക്കാറ്റ് പോലെയാണ്, പ്രചണ്ഡ മാരുതിനെ പോലെ വരുന്നൊരു ലക്ഷണങ്ങൾ. അതാണ് അക്കോണിറ്റത്തിൻ്റെ ഒരു ലക്ഷണം, അതിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത് അതാണ്, വളരെ റാപ്പിഡിറ്റി. അപ്പോൾ ഈ ന്യൂമോണിയയിലായാലും ക്രൂപ്പിലായാലും ഏത് ചെസ്റ്റ് ട്രബിളിലായാലും ഈ ചുമ വരുന്നത് അങ്ങനെ വളരെ സഡൻ ഓൺസെറ്റാണ്.
അയാൾ ഉറങ്ങുകയാണെങ്കിൽ ലാരിങ്സിൽ സ്പാസംസ് ഉണ്ടാവും, ലാരിങ്സിൽ ഡ്രൈനെസ് ഉണ്ടാവും. ഹി ഗോസ് ടു സ്ലീപ്പ് ആൻഡ് ദ ലാരിങ്സ് ബിക്കം ഡ്രൈ ആൻഡ് ഹി വേക്സ് ആൻഡ് ഗ്രാബ്സ് ഹിസ് ലാരിങ്സ്. ഹി തിങ്സ് ഹീസ് ഗോയിങ് ടു ചോക്ക്. അപ്പോൾ ഇയാൾ ഈ പ്രശ്നത്തിൻ്റെ ഇടയിലും അയാൾക്ക് ഉറക്കം കിട്ടുകയാണെങ്കിൽ, ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഈ ലാരിങ്സ് ഉണങ്ങിയിട്ട് ഒരു ചോക്കിംഗ് സെൻസേഷൻ ആകെ, നമ്മൾ ഈ പാസേജസ് ഉണങ്ങിക്കഴിഞ്ഞാൽ ശ്വാസം കിട്ടാത്തൊരവസ്ഥ പോലും, അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാത്തൊരവസ്ഥ പോലും, അത്രയ്ക്ക് ഡ്രൈ ആയി പോകും. അത് ആ ഒരവസ്ഥ ഉണ്ടാവും. ലാരിങ്സിനിങ്ങനെ പിടിക്കും. അങ്ങനത്തെ ഒരു ചോക്കിംഗ് സെൻസേഷൻ അയാൾക്ക് ഉണ്ടാവും ഉറങ്ങിപ്പോയാൽ. ഈ പ്രയാസങ്ങളിൽ ഉറങ്ങണമെന്നില്ല. ഓൾ ദീസ് കം ഓൺ ഫ്രം കോൾഡ് വിൻഡ്. എല്ലാം വരുന്നത് കോൾഡ് വിൻഡിൽ തുടക്കം. അക്കോണിയത്തിൻ്റെ ടിപ്പിക്കൽ നേച്ചർ. വിഗറസ് പേഴ്സൺസ് ഗെറ്റ് ഇൻ ടു എ ഡ്രാഫ്റ്റ് ആൻഡ് ഗെറ്റ് എ ചിൽ ദാറ്റ് വിൽ ബ്രിങ് ഓൺ അക്കൗണ്ട് സിംറ്റം. അപ്പോൾ വളരെ വിഗറസ് ആയിട്ടുള്ള പേഴ്സൺസ് ഒരു തണുത്ത കാറ്റടിക്കുന്നു, കുളിരുണ്ടാകുന്നു, കുളിരും പനിയുണ്ടാകുന്നു, അത് തുടർന്ന് അക്കോണിയത്തിൻ്റെ ടിപ്പിക്കൽ സിംറ്റംസ് ഉണ്ടാകുന്നു. അപ്പോൾ കെൻ്റ് ഇത് ആവർത്തിച്ച് പറയുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കണം. അക്കോണിയത്തിൻ്റെ ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. നമ്മളുടെ കേരളത്തിലെ ജനറൽ ക്ലൈമറ്റിൽ ഈ സാഹചര്യങ്ങൾ വളരെ പരിമിതമായിട്ടേ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് അക്കൗണ്ടിനെ കുറിച്ച് മനസ്സിലാക്കുക. ഭാവി നിങ്ങളുടെ പ്രാക്ടീസിൽ അക്കൗണ്ട് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ ശ്രദ്ധിക്കുക. ഈ എപ്പിസോഡിൽ അവസാനിക്കുകയാണ്. ഇതിൻ്റെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് അക്കൗണ്ടിനെ നമുക്ക് പൂർത്തിയാക്കാം. സൾഫറുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കമ്പാരിസൺസ് ഇവിടെ വരുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ വളരെ വിലപ്പെട്ട ധാരാളം വിവരങ്ങൾ തരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അക്കൗണ്ടത്തെക്കുറിച്ച് ഈ ലെക്ചർ, സുദീർഘമായ ലെക്ചറിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന വാചകങ്ങൾ വളരെ കുറവാണ്. അപ്പം അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബാബുശേഖരനോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നോർത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ചില അക്കൗണ്ടിങ് കേസുകൾ വളരെ ബെൽഡോണ അക്കോണിറ്റം, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്, ബെൽഡോണയും അക്കോണിറ്റമാണ് ഇത്രയ്ക്ക് ഫാസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അത് ആണെങ്കിൽ ബാബുചേട്ടൻ തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുത്തി അല്ലെങ്കിൽ ക്വാർട്ടറിലിരുത്തി അത് കൊടുത്ത് റിസൾട്ട് കണ്ടിട്ടേ വിടുള്ളായിരുന്നു. ഒരിക്കലും ഞാൻ അവിടെ ഇരിക്കുമ്പോൾ, എറണാകുളത്തെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി വൈകുന്നേരം വന്നു. ബെൽഡോണ കേസായിരുന്നു. അത് ബെൽഡോണ ബാബുചേട്ടൻ തന്നെ വായ കഴുകി വൃത്തിയാക്കിയിട്ട് ആ കുട്ടിക്ക് ഇട്ട് കൊടുത്തു. 5 മിനിറ്റിനകം ആ കൂടെ തലവേദനയും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാറി പോയി. അക്കൗണ്ടും അതേപോലെ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ കൊടുത്ത് റിസൾട്ട് കണ്ടിട്ടേ വിടുള്ളായിരുന്നു. കാണും, അത്രയ്ക്ക് റാപ്പിഡാണ്. അതിൻ്റെ ഓൺസെറ്റും റാപ്പിഡാണ്, അക്കൗണ്ടും കൊണ്ടുള്ള ഹീലിംഗ് റാപ്പിഡാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അവസാന ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡ് ശ്രദ്ധിക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.